പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇല പരീക്ഷണശാലയിലേക്ക് സ്വാഗതം. കോവിഡ്-19 പശ്ചാത്തലത്തിൽ നാം വളരെയേറെ കരുതൽ എടുക്കേണ്ടതുണ്ട്. പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണം. അതുപോലെ തന്നെ സാനിറ്റൈസറോ സോപ്പോ ഉപയോഗിച്ച് കൂടെ കൈകൾ വൃത്തിയാക്കണം. സാമൂഹിക അകലം പാലിക്കണം. ഇതൊക്കെ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഈ മഹാമാരിയെ ചെറുക്കാനാവൂ. ഇന്ന് നമ്മൾ നിർമ്മിക്കുന്നത് ഒരു സ്പിന്നറാണ്, അഥവാ പമ്പരം. അതിനായി വണ്ണമുള്ളതും വണ്ണം കുറഞ്ഞതുമായ 2 സ്ട്രോ, കത്രിക, സെല്ലോ ടേപ്പ് അല്ലെങ്കിൽ ഇൻസുലേഷൻ ടേപ്പ് എന്നിവയാണ്. സ്ട്രോ കിട്ടാനില്ലെങ്കിൽ കടലാസ് കുഴൽ നിർമ്മിക്കാം. അതിന് കടലാസ്, പശ, കടലാസ് ചുറ്റുന്നതിന് വേണ്ടി പേന, പെൻസിൽ എന്നിങ്ങനെ എന്തെങ്കിലും ഒരു വസ്തു. വലിയ കടലാസ് കുഴൽ ഉണ്ടാക്കാൻ 6-7 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു ചതുര കടലാസ് പേനയുടെ അല്ലെങ്കിൽ പെൻസിലിൻ്റെ പുറത്ത് ചുറ്റി പശ തേച്ച് ഒട്ടിക്കണം. വണ്ണമുള്ള കുഴൽ ബലപ്പെടുത്താൻ ആവശ്യമെങ്കിൽ മധ്യഭാഗത്ത് ഒരു ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ചാൽ മതിയാവും. വണ്ണമുള്ള കുഴലിൻ്റെ മധ്യഭാഗം മടക്കി വീഡിയോയിൽ കാണുന്നത് പോലെ ഇരുവശവും ഒരു ത്രികോണാകൃതിയിൽ മുറിക്കുക. ഇങ്ങനെ ഉണ്ടാക്കുന്ന ദ്വാരത്തിൽ വണ്ണം കുറഞ്ഞ സ്ട്രോ അനായാസമായി കടക്കണം. കുഴലിൻ്റെ ഇരുവശവും ഈ വീഡിയോയിൽ കാണുന്നത് പോലെ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് വായു നിബദ്ധമാക്കുക. ഇനി ഏതെങ്കിലും ഒരു കോൺ ചെറിയൊരു ദ്വാരം ഉണ്ടാകുന്നത് പോലെ മുറിച്ചു മാറ്റുക. മുറിച്ച കോണിൻ്റെ നേരെ എതിർ കോണും മുറിക്കുക. ഇനി വണ്ണം കുറഞ്ഞ സ്ട്രോയുടെ ഒരു വശത്ത് അടിഭാഗത്തോട് ചേർന്ന് വി ആകൃതിയിൽ ഒരു ചെറിയ ഭാഗം മുറിച്ചു മാറ്റുക. ഇപ്പോൾ മുറിച്ച ഭാഗം വലിയ കുഴലിൽ ദ്വാരമുണ്ടാക്കിയ ഭാഗത്ത് കയറ്റി വെച്ച് ഊതി നോക്കും. എങ്ങനെയുണ്ട് പമ്പരം? ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. ശരിയാവാത്തവർ എന്താകും കാരണമെന്ന് കണ്ടുപിടിച്ച് വീണ്ടും ഉണ്ടാക്കണേ. എന്താണ് ഇതിന് പിന്നിലുള്ള ശാസ്ത്രതത്വം? അന്വേഷിക്കില്ലേ? മുതിർന്നവരോടോ അധ്യാപകരോടോ ചോദിച്ച് മനസ്സിലാക്കണേ. ഒരു രക്ഷയുമില്ലെങ്കിൽ ഇഫക്റ്റീവ് ടീച്ചർ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടാലും മതിയാവും. പ്രവർത്തനം ഇഷ്ടമായാൽ ഇല യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരോടും പറയുക. ഇല സ്കൂളിൽ രജിസ്റ്റർ ചെയ്യാനുള്ളവർ ഉടൻ രജിസ്റ്റർ ചെയ്യണേ.